ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങള് പതിവിലും നേരത്തെ എണീറ്റു കേട്ടോ. നോർമലി ഞങ്ങള് 10 മണിയൊക്കെ ആവും എണീക്കാനായിട്ട്. നിസ്കരിച്ചിട്ട് അങ്ങനെ കിടക്കും. പിന്നെ 10 മണിയൊക്കെ ആവും എണീക്കാനായിട്ട്. കാരണം ഇവിടെ ആരും ഇല്ലല്ലോ, കുട്ടികളും ഇല്ല, ആരും ഇല്ല. അപ്പൊ തീരെ സമയം പോകില്ല. അപ്പൊ ലേറ്റ് ആയിട്ടാണ് എണീക്കാം. അങ്ങനെ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു. അപ്പൊ അതുകൊണ്ടാണ് പുറത്തൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പൊ ഇതൊരു കുറേ കാലമായിട്ട് ഈ ചെടി അവിടെ നിൽക്കുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് പൂവിട്ട് കണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പൂവിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ നേരെ അകത്ത് വന്ന് നോക്കുമ്പോ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് എന്നോട് ഉപ്പിട്ടൊക്കെ നോക്കാൻ പറഞ്ഞ ഇളക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് നോക്കിയാട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങക്ക് പുറത്തു പോകാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ എണീറ്റത്. ഞങ്ങള് നേരത്തെ എണീക്കും, അല്ലെങ്കിൽ എന്താ പറയാ, എണീറ്റ് വന്നിട്ട് ഇരിക്കാനൊക്കെ സമയം. പുറത്തുനിന്ന് വെറുതെ ഇരിക്കണ്ട, പിന്നെ നല്ല ചൂടല്ലേ, പിന്നെ ഈ ഫോണിൽ എങ്ങനെ ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് ഒത്തിരി മാക്സിമം കിടക്കൂട്ടോ രാവിലെ. അപ്പൊ അതിന് ഡ്രസ്സ് കഴുകാനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചേ, കാരണം ഇനി വൈകിട്ട് വന്നിട്ട് കഴുകാൻ വെച്ചിട്ട്. അപ്പൊ ഞങ്ങളെ വണ്ടി ഇന്നലെ ലോക്കായി പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിത് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷൂ ലേസ് എടുത്തിട്ട് ഇത് ഇങ്ങനെ കെട്ടിട്ടോ. കാരണം ഇങ്ങനെ കെട്ടിയാലാണ് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് സൈഡത്ത് രണ്ട് വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഊരി പോരാതിരിക്കണം. അപ്പൊ അതിനോണ്ട് ഞാൻ കെട്ടുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നാട്ടോ. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നുള്ളത്. ചാവി എടുത്തില്ല, എല്ലാതും ലോക്കായി കിടക്കൂല. ഒന്ന് തൊട്ടപ്പോ വരുന്ന സാധനങ്ങളല്ലത്. മറ്റേ ഡോറൊക്കെ ഈ ബാക്ക് സൈഡ് നോക്കിക്കോ, ഏതിലും കിടക്കുന്നു. അതിസാഹസികമായി മുത്തനുള്ളിലേക്ക് ഞാൻ വാങ്ങിക്കട്ടെ, എന്നെ പോകാൻ പോ. കടന്ന് മറ്റെന്ത്. അപ്പൊ അങ്ങനത്തെ ഫ്രണ്ട് സൈഡ് ഞങ്ങള് കുറെയൊക്കെ ഓപ്പൺ ആക്കി നോക്കി. പറ്റുന്നില്ല കേട്ടോ. ഓപ്പൺ ആക്കാന്ന് വെച്ചാല് ഈ നൂല് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളിവിടെ കെട്ടിട്ടുണ്ടല്ലോ, കെട്ടിട്ട് അതിന്റെ ആ ഡോറിന്റെ വാഷറില്ലേ സൈഡ്, അതിനുള്ളിൽ കൂടെ കിടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ചട്ട കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാല് ഡോറ് കുറച്ചിങ്ങനെ കൈ കൊണ്ട് വലിച്ചു പിടിച്ചിട്ട് ആ നൂലിന്റെ കെട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ രണ്ട് സൈഡ് ഭാഗം വേഗം പോകും. അപ്പൊ അത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒരു സൈഡ് കൊണ്ട് കെട്ടിന്റെ ഇത് ആ ലോക്കിന്റെ അടുത്ത് തന്നെ ആക്കി കേട്ടോ. എന്നിട്ട് ഈ ഫ്രണ്ട് സൈഡിലത്തെ ഇതുണ്ടല്ലോ, അത് ആ സൈഡിലത്തെ വള്ളി ഒന്നങ്ങോട്ട് വലിച്ചാൽ മതി. ഓ സെറ്റ് സെറ്റ്. ഇപ്പൊ അത് ഞാൻ അവിടെ വോയിസ് ഓവർ കൊടുക്കായിരുന്നു, കാരണം ലോക്ക് ഓപ്പൺ ആവണതിന്റെ യഥാർത്ഥ സൗണ്ട് നിങ്ങൾക്ക് കേട്ടോട്ടെ എന്ന് കരുതിയിട്ട്. കാരണം ഇത് ഫേക്ക് അല്ല കേട്ടോ, ഞങ്ങള് ഓൺ എക്സ്പീരിയൻസ് ആണ്. കാരണം തലേദിവസം ഡോർ ലോക്കായി പോയി. ഡോറ് ചാവിനുള്ളിൽ നിന്ന് എടുക്കാതെ തന്നെ, ഇത് നമ്മള് മാനുവൽ ആണല്ലോ, അപ്പൊ ചാവി ഉള്ളിൽ നിന്ന് എടുക്കാതെ തന്നെ ഉള്ളിൽ ലോക്ക് ആക്കിയിട്ട് ഡോറിന്റെ അടച്ചു കേട്ടോ. പിന്നെ രാത്രി ഇങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിച്ചു. അപ്പൊ നമ്മൾ ഒരുപാട് ലേറ്റ് ആയില്ലേ, നമുക്ക് വല്ല വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് രാവിലെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അകത്തേക്ക് വന്നു. അപ്പൊ രാവിലെ ഇപ്പൊ ഞങ്ങള് പോവാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന് മുന്നേ തന്നെ വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ ഒരു ആരുടെയോ ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയിട്ടൊരു ഷൂ ലേസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. കാരണം ഡോറിനൊരു കംപ്ലൈന്റ് ഇല്ലാണ്ട് ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്താ ചേലും കോലും പോയി കിടത്തറ ഞങ്ങള് നോക്കാണ്ട് മുത്തന് കഞ്ഞി രാവിലെ തന്നെ കഞ്ഞി വെള്ളച്ചോറ് കൊടുത്തിട്ട് തടി വെച്ചു. അങ്ങനെ സങ്കടമുള്ളവരെ കണ്ട് വിഷമം മാറിക്കോട്ടെ. ഞങ്ങള് പാസ്പോർട്ട് ഓഫീസിൽ പോവാണ്. ഇവിടുന്ന് പോകണുള്ളൂ 12:15 അപ്പോയിൻമെന്റ്. ഇവിടുന്ന് പോകണുള്ളൂ 9:50. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ബസ് കയറണം. പിന്നെ അത് കഴിഞ്ഞിട്ട്
നേരെ പൊന്നാനി. ഞങ്ങളിപ്പോൾ പോണത് കല്ലുംപുറത്ത് നിന്നാണ്. നേരെ പൊന്നാനി പോണം. പൊന്നാനി പോയിട്ട് അവിടുന്ന് മലപ്പുറം ബസ്, എടപ്പാളിന്ന് മലപ്പുറം ബസ് കിട്ടൂലല്ലോ. ഒന്നല്ലേ കുറ്റിപ്പുറം പോകണം, എന്നിട്ട് അവിടുന്ന് മഞ്ചേരി ബസ് കയറണം. അങ്ങനെ പോയാലെന്നാ എന്നാ കുറ്റിപ്പുറം നേരിട്ട് കുറ്റിപ്പുറം പോയിട്ട് അവിടുന്ന് മഞ്ചേരി ബസ് കയറാം. അപ്പോൾ കുറ്റിപ്പുറം പോയിട്ട് അവിടുന്ന് മഞ്ചേരി ബസ് കയറിയിട്ട് അവിടെ പോവാം. അപ്പോൾ ഞങ്ങൾ വഴി ഉണ്ട് നിങ്ങൾ വഴി ഇതാണ്. ഈ വഴി ചെറിയ വഴി കൂടെ, ഈ ചെറിയ വഴി കൂടെ പോണം കണ്ട്. ഈ വഴി വൃത്തിയാക്കിയിട്ടാണ് നിൽക്കുന്നത്. പനി പിടിച്ചത് അറിയോ? ഇവിടുത്തെ ഏതോ ഒരാൾ പ്രാവ്യമാണ്. ഇവിടെ കുറേ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. ഏതോ ഒരാൾ പ്രാവ്യമാണ്. ഡയറക്റ്റ് ഹൈവേക്കുള്ള വഴിയാണ്. ആ പിന്നല്ല, ചക്ക മാങ്ങ എല്ലാതും ഉണ്ട് വഴിയിലെല്ലതും വീഴും. ഇവിടുന്ന് കുറ്റിപ്പുറം ബസ് കിട്ടുമോ? ആ പോണ്. അങ്ങനെ ഞങ്ങള് ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പിൽ കാത്തിക്കാൻ വന്ന പാട് ഒരു ബസ്സാ പോയി. ഒരു ബസ്സാ പോയി, അതിനെ കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് ബസ് സ്റ്റോപ്പിൽ കാത്തിക്കാണ്. ഇനിയിപ്പോ അടുത്ത ബസ് ഏതാ ബസ് എന്ന് അറിയില്ല. കോഴിക്കോടാണോ കുറ്റിപ്പുറാണോ? കോഴിക്കോട് നിർത്തില്ല, നോക്കാലോ. അപ്പൊ അതേ അങ്ങനെ ഞങ്ങള് മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. പാസ്പോർട്ട് ഞങ്ങള് അയച്ചു കൊടുത്തപ്പോ ഡേറ്റ് ഞാൻ നോക്കിണ്ടായില്ല, എക്സ്പയറി ഡേറ്റ് നോക്കിണ്ടല്ലോ. അപ്പൊ അവര് റിട്ടേൺ അയച്ചു, എക്സ്പയറി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് ഞങ്ങള് എമർജൻസിക്ക് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങക്ക് 12:30 ആയിരുന്നു അപ്പം ടൈം കിട്ടിയത്. പക്ഷെ ഞങ്ങൾക്ക് ഇത്ര ലേറ്റ് ആയി പോയി. എന്നാലും കുഴപ്പമുണ്ടായില്ല, പെട്ടെന്ന് തന്നെ കയറി. കാരണം 1 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാൻ 1-2 കഴിഞ്ഞ ഭക്ഷണം കഴിക്കാൻ കയറുമെന്ന് പറഞ്ഞിട്ടോ. അപ്പൊ എന്തായാലും അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാം വേഗം ക്ലിയർ ആയിട്ടോ. വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മലപ്പുറം പാസ്പോർട്ട് ഓഫീസ് ഒരു ചൊറയാണല്ലോ. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും പറയുക അങ്ങനെയാണ്, ഒരുപാടായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി 3-4 ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സപ്പോർട്ടിങ്ങിന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ, ലേറ്റ് ആയില്ല. അപ്പൊ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് കുറച്ചും കൂടെ നീങ്ങിയിട്ട് ഞങ്ങള് ചങ്കുവെട്ടി അങ്ങനത്തെ സ്ഥലം അവിടെ വന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. എനിക്ക് അവിടുത്തെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ഒന്നും അറിയില്ല. നല്ലൊരു വനിതകളുടെ ഹോട്ടൽ, നല്ല ചൂടുണ്ടായിരുന്നു പുറത്ത്. പക്ഷെ അത് ഇത്തിരി ഉള്ളിലേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടോ എന്തോ ഇതിനുള്ളിലേക്ക് കയറിയപ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു കൂൾ എഫക്ട്. AC ഒന്നുമില്ല, പക്ഷെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ബിരിയാണി വേണ്ട, സാധാ ചോറ് നമ്മൾ, കാരണം നല്ല ചൂടല്ലേ. അപ്പൊ സാധാ ചോറ് കഴിക്കാനാണ് തോന്നുന്നത്. യാത്രയില് അല്ലാതെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുന്ന കാരണം ഞങ്ങള് സാധാ ചോറ് കഴിച്ചു, ബിരിയാണി ഒന്നും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാന്നുള്ളൊരു പൂതി. അപ്പോ മുത്ത് പറഞ്ഞു നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾക്ക് തേങ്ങ പൊളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയും പിന്നെ തേങ്ങാപ്പൂളും പിന്നെ നല്ല ജീരകം അതുപോലെ ഉള്ളി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് അരിപ്പൊടി വെച്ചിട്ടാട്ടോ. എന്നിട്ട് മറ്റേ ഇതൊന്നല്ല, എന്താ പറയുക, പച്ചരി ഒന്നല്ല കേട്ടോ. പണ്ടൊക്കെ പച്ചരിയൊക്കെ തൊട്ടിട്ടല്ലേ ഉണ്ടാക്കുക. ഇപ്പൊ അപ്പിൾക്കപ്പ് ഉണ്ടാക്കാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് കുറച്ച് മൈദയും പിന്നെ അരിപ്പൊടിയും പിന്നെ ശർക്കര ഉരുക്കിയത് ഒഴിച്ചിട്ട് മിക്സിയിലെടുത്തൊന്ന് അടിക്കുന്നുണ്ട് കേട്ടാ. ഇതാകുമ്പോൾ നമുക്ക് വേഗം തന്നെ അപ്പിൾക്കപ്പ് ഉണ്ടാക്കി വെക്കാൻ കുറേ സമയമൊന്നും എടുത്ത് വെച്ചിട്ടൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് അങ്ങോട്ടും കൂടിയിട്ട് ഞങ്ങൾ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് ആക്കിയാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, അതും ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് അപ്പിൾക്കപ്പ് ഉണ്ടാക്കാൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാന്ന് പറയില്ല. അപ്പൊ അങ്ങനത്തെ ഞാൻ മുന്നൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ഇതങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയരുത്. പിന്നെ ഒരു നുള്ള അപ്പസോഡ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇതോട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തപ്പം നമുക്ക് അതായത് പൊന്തി കിട്ടൂലേ. നമ്മളത് എടുത്ത് വെക്കുന്നൊന്നുമില്ലല്ലോ. പിന്നെ ഒരുപാടൊന്നും ഇടുന്നില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ തന്നെ ഞങ്ങൾ ചട്ടി വെച്ചിട്ട്
പൊരിക്കുകയും ചെയ്തു. ഒരു ഫസ്റ്റത്തെ തന്നെ നമുക്ക് നല്ലതിൽ കിട്ടീന് കേട്ടോ. കാരണം ആദ്യമൊക്കെ കുറെ മുന്നേ കേട്ടാ ഞങ്ങള് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ അതുപോലെ ആദ്യത്തേതൊക്കെ ഒരുമാതിരി ബുദ്ധിമുട്ട്, അങ്ങനെ വിരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഒരു 4-5 അതിൻ്റെ ശേഷമാണ് ശരിയായിട്ട് വരിക. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല. ആദ്യത്തെ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചട്ടി എന്ന് പറയുന്നത് നമ്മള് വെള്ളപ്പത്തിന് ചട്ടി കേട്ടോ. അതാകുമ്പോൾ അധികം എണ്ണയും വേണ്ട, നല്ല സുഖമല്ലേ. അപ്പൊ അതുകൊണ്ട് അതിലുണ്ടാക്കി എടുത്തിട്ടോ. അപ്പൊ ഇത് നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വൈകുന്നേരം എല്ലാം കൂടി ചായ കുടിക്കട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോഴാണ് വീഡിയോ സപ്പോർട്ടായിട്ട് പോകുള്ളൂ. ഇൻഷാ അല്ലാഹ്.